ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വിമാനം തകർന്നു വീണു. വിമാനത്താവളത്തിന് സമീപത്ത് വെച്ചാണ് അപകടം ഉണ്ടായത്. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് മുംബൈയിൽ നിന്ന്. ശ്രീനാഥ്, ഇത് ഏത് വിമാനമാണ്? ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ് ശ്രീനാഥ് ചന്ദ്രൻ? അല്പസമയം മുമ്പാണ് ഈ അപകടം ഉണ്ടാവുന്നത്. ഇത് ദൃശ്യങ്ങളും മറ്റും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. പക്ഷേ കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാവേണ്ടത് ഒരു വിമാനം തകർന്നു വീണു എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അവിടെ അപകടത്തിലേക്ക് രക്ഷാദൌത്യ സംഘം ഇപ്പോൾ ഫയർഫോഴ്സിന്റെയും മറ്റും പോലീസിന്റെയും മറ്റും സംഘം പോയിട്ടുണ്ട്. ഇത് യാത്രാ വിമാനമാണോ അല്ല മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു എയർക്രാഫ്റ്റ് ആണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. വലിയ വിമാനമാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ സംശയമുണ്ട്. പക്ഷേ വിമാനത്താവളത്തിന് തൊട്ടടുത്താണ് ഇങ്ങനെയൊരു അപകടം ഉണ്ടായിട്ടുള്ളത്. അഹമ്മദാബാദിലെ തിരക്കേറിയ വിമാനത്താവളത്തിന് തൊട്ടടുത്താണ് അപകടം ഉണ്ടായത്. അതുകൊണ്ട് അഹമ്മദാബാദ് വിമാനത്തിലേക്ക് ശരി ശ്രീനാഥ്, കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. ഇപ്പോൾ അച്യുതൻ കൂടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അച്യുതൻ, കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? യാത്രാ വിമാനമാണോ മറ്റേതെങ്കിലും വിമാനമാണോ? എന്താണ് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അച്യുതൻ? അച്യുതനിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വിമാനം തകർന്നു വീണിരിക്കുന്നു. വിമാനത്താവളത്തിന് സമീപത്ത് വെച്ചാണ്, തൊട്ടരികിൽ വെച്ച് തന്നെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഏത് വിമാനമാണ് തകർന്നത് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. വളരെ കുറച്ച് സമയം മുമ്പാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. അവിടെ രക്ഷാപ്രവർത്തനമടക്കം നടക്കുന്നുണ്ട്. പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയ പുക അവിടെ ഉയരുന്നുണ്ട്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അച്യുതൻ, വിവരങ്ങൾ എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ ലഭ്യമാവുന്നത്? അച്യുതൻ, റിജിത്ത്, തകർന്ന് വീണത് യാത്രാ വിമാനം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് എയർ ഇന്ത്യയുടെ വിമാനമാണ് എന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ചൊന്നും ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഈ മിനിറ്റുകളിൽ ലഭ്യമല്ല. ലഭിക്കുന്ന വിവരപ്രകാരം ഈ നിലവിൽ അഹമ്മദാബാദിലെ വിമാനത്താവളത്തിനോട് ചേർന്ന് തന്നെയാണ്, ഏതാണ്ട് മീറ്ററുകൾക്കകത്താണ് ഈ വിമാനം തകർന്നു വീണത്. ടേക്ക് ഓഫിനിടയിലാണ് ഇത്തരമൊരു അപകടം ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 130ഓളം യാത്രക്കാർ ഉണ്ടായിരുന്നതായുള്ള വിവരങ്ങളുണ്ട്. പക്ഷെ എന്താണ് നിലവിലെ സാഹചര്യം എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. രക്ഷാപ്രവർത്തന നടപടികൾ ആരംഭിച്ചതായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആംബുലൻസ് അടക്കമുള്ള രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ദൗത്യ സംഘം ഇവിടേക്ക് തിരിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അതായത് മെഘാനി എന്ന് പറയുന്ന അഹമ്മദാബാദ് ഈ എയർപോർട്ടിനടുത്തുള്ള മെഘാനി എന്ന് പറയുന്ന പ്രദേശത്താണ് ഇതിപ്പോൾ ഈ വിമാനം തകർന്നു വീണിരിക്കുന്നത്. എന്തായാലും എയർ ഇന്ത്യയുടെ ഒരു വിമാനമാണ് ഇത്തരത്തിൽ ടേക്ക് ഓഫിനിടെ വിമാനം പറന്നു പോകുന്നതിനിടെ അപകടത്തിൽപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പ്രദേശത്താകെ വലിയ രീതിയിലുള്ള ഈ കറുത്ത പുക വിമാനം തകർന്നുമായി ബന്ധപ്പെട്ട ഉണ്ടായിരിക്കുന്നതുമായി ഉള്ള അത്തരം ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഈ മണിക്കൂർ ലഭ്യമാകേണ്ടിയിരിക്കുന്നു. ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇത് സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല. എന്തായാലും അഹമ്മദാബാദ് എയർപോർട്ടിന് സമീപം എയർപോർട്ടിന് മീറ്ററുകൾക്ക് സമീപമാണ് ഇത്തരത്തിൽ യാത്രാ വിമാനം തകർന്നു വീണത് എന്നാണ് ഈ മിനിറ്റിൽ ലഭിക്കുന്ന വിവരം. അച്യുതനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.